തൊടുപുഴ ഐവനയിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങി ബി.ജെ.പി. പരിസ്ഥിതി സെൽ സംസ്ഥാന കൺവീനർ ഡോക്ടർ CM ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം സമരപ്പന്തൽ സന്ദർശിച്ചു. പാറ പൊട്ടിച്ചും തണ്ണീർത്തടം നികത്തിയും കുന്നിടിച്ചുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മേഖലയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും സംഘം വിലയിരുത്തി. അയവന പഞ്ചായത്ത് ഭരണസമിതിയുടെ മൗനസമ്മതത്തോടെയാണ് അടിമുടി നിയമലംഘനങ്ങൾ നിറഞ്ഞ പ്ലൈവുഡ് ഫാക്ടറിയുടെ നിർമ്മാണം. വീട് നിർമ്മാണത്തിന് പെർമിറ്റ് എടുത്ത ശേഷം പ്രദേശത്തെ കുന്നിടിച്ചിറക്കി പാറ പൊട്ടിച്ച് തണ്ണീർത്തടങ്ങൾ നികത്തി. പിന്നീട് വീടിനുള്ള പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് പ്ലൈവുഡ് ഫാക്ടറിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെയാണ് ബി.ജെ.പി. നേതൃത്വം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സമരപ്പന്തൽ കെട്ടുകയും ചെയ്തത്. പ്ലാനിന് പോലും അനുമതിയില്ലാതെ ഇപ്പോഴും നിർമ്മാണം തുടരുന്ന ഫാക്ടറി പ്രദേശങ്ങളാണ് ബി.ജെ.പി. പരിസ്ഥിതി സെൽ കൺവീനർ ഡോക്ടർ CM ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. ചങ്ങംചിറ തണ്ണീർത്തടം നികത്തിയത് കാളിയാർ പുഴയിലെ ജലമൊഴുക്ക് കുറയുവാൻ ഇടവരുത്തിയതായി പരിസ്ഥിതി പ്രവർത്തകർ വിലയിരുത്തി. യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടല്ലാത്ത തരത്തിലുള്ള നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വീട് പണിയാനുള്ള തരത്തില് പെർമിഷൻ വാങ്ങിച്ചിട്ട് പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞ് വലിയ ഒരു 10-25,000 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന തരത്തിലുള്ള ഒരു വ്യവസായ സംരംഭമാണ് അവിടെ തുടങ്ങുന്നത്. ഒരു വ്യവസായ സംരംഭം തുടങ്ങുമ്പോൾ അതിന് ഒരു പ്ലാനോ ആ പ്ലാൻ അംഗീകരിച്ച ആയവന പഞ്ചായത്തിന്റെ ഒരു രേഖയോ ഇല്ലാതെ തൊട്ടടുത്തുള്ള വാണിയത്ത തണ്ട് മല തകർത്ത് അതിന്റെ താഴെയുള്ള തണ്ണീർത്തടം മൂടിയിട്ടാണ് ഈ ഒരു വ്യവസായശാല ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. മലയിടിക്കുന്നത് കൊണ്ട് വാണിയത്തണ്ട് മലയുടെ മുകളിൽ താമസിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഭീഷണിയിലാണ്. പ്രശ്നത്തിൽ അയവന പഞ്ചായത്ത് എത്രയും വേഗം ഇടപെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴിയും സന്ദർശന സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിർമ്മാണം ഇനിയും തുടരാനും മിഷനറികൾ കൊണ്ടുവന്ന് സ്ഥാപിക്കാനും ഉടമസ്ഥർ ശ്രമിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ബി.ജെ.പി. നേതാക്കൾ മുന്നറിയിപ്പും നൽകി. ജനം, ഇടുക്കി.